നമസ്കാരം. നാരായണീയത്തിലെ അതിമനോഹരമായൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. മഹാപ്രളയം കഴിഞ്ഞ് എല്ലാം അനന്തമായ ജലപ്പരപ്പിൽ ലയിച്ചതിനുശേഷം ഈ പ്രപഞ്ചം വീണ്ടും എങ്ങനെയാണ് ഉണരുന്നത്? നാരായണീയത്തിലെ 8ാം ദശകത്തിൽ വിവരിക്കുന്ന ഈ അത്ഭുതകരമായ പുനഃസൃഷ്ടിയുടെ കഥയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ബ്രഹ്മാവിന്റെ ഒരു രാത്രിയില്, അതായത് പ്രളയകാലത്ത്, ഈ പ്രപഞ്ചത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മെ പ്രപഞ്ചത്തിന്റെ ലയനത്തെയും പുനഃസൃഷ്ടിയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ആ രഹസ്യം എന്താണെന്ന് നോക്കാം. ശരി, നമ്മുടെ ഈ കഥയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നൈമിതിക പ്രളയം എന്നു പറയുന്ന ആ മഹാപ്രളയകാലത്ത് പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സർവേശ്വരനായ ഭഗവാൻ എവിടെയായിരുന്നു? നമുക്ക് നോക്കാം. ആ പ്രളയജലത്തിൽ ഭഗവാന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് വർണ്ണിക്കുന്ന ദശകം 8ലെ 6ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. തവൈവ വേഷേ ഫണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. അപ്പോ എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, പ്രപഞ്ചം മുഴുവൻ കാരണജലം എന്നു പറയുന്ന ആ ഒരൊറ്റ സത്തയിൽ ലയിച്ചു ചേർന്നു. ആ സമയത്ത് ഭഗവാൻ തന്നെ ഒരു രൂപമായ സർപ്പരാജൻ ആദിശേഷന്റെ മുകളിൽ ശയിക്കുകയായിരുന്നു. വെറുതെ കിടക്കുകയല്ല, പൂർണ്ണമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് യോഗനിദ്രയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ഒന്നോർത്തു നോക്കൂ, പ്രപഞ്ചം മുഴുവൻ തന്നിലൊതുക്കി ഭഗവാൻ വിശ്രമിക്കുന്നു. എത്ര ശാന്തമായൊരവസ്ഥയാണത്! ശരി, ഭഗവാൻ യോഗനിദ്രയിലാണ്. ഇനി അടുത്തതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെയാണ് കാലചക്രത്തെയും പുതിയ സൃഷ്ടിയെയും മുന്നോട്ട് നയിക്കുന്ന ദൈവീക ശക്തിയായ കാലശക്തിയുടെ പ്രാധാന്യം വരുന്നത്. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ കാലശക്തി? അത് ഭഗവാന്റെ തന്നെ ഒരു അവിഭാജ്യ ശക്തിയാണ്. പ്രപഞ്ചത്തിലെ സമയത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ ശക്തിയാണ്. എപ്പോൾ പ്രളയം അവസാനിക്കണം, എപ്പോൾ പുതിയ സൃഷ്ടി തുടങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കാലശക്തിയാണ്. ഇനി 7ാമത്തെ ശ്ലോകം കേട്ടുനോക്കൂ. ഭഗവാൻ കാലശക്തിക്ക് നൽകുന്ന ഒരു നിർദ്ദേശത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദേശതാഖിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാമിന. യോഗനിദ്രയിലേക്ക് പോകുന്നതിനു തൊട്ടുമുൻപ് ഭഗവാൻ കാലശക്തിയോട് ഒരു കാര്യം കൽപ്പിച്ചു. പ്രളയത്തിന്റെ സമയം കഴിയുമ്പോൾ എന്നെ ഉണർത്തണം. നമ്മൾ രാവിലെ എഴുന്നേക്കാൻ അലാറം വെക്കുന്നതുപോലെ അല്ലേ? ഈ ഒരു നിർദ്ദേശം കൊടുത്ത ശേഷം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും മറ്റു ശക്തികളെയും തന്നിലേക്ക് ആവാഹിച്ച് ഭഗവാൻ ഗാഢമായ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചു. ഇനി 8ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഭഗവാന്റെ ഉണർവിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമപ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. 8. 1000 ചതുർയുഗങ്ങൾ, അതായത് ബ്രഹ്മാവിന്റെ ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആ യോഗനിദ്രയ്ക്ക് ശേഷം ഭഗവാൻ കൊടുത്ത നിർദ്ദേശം പോലെ തന്നെ കാലശക്തി ആദ്യം ഉണർന്നു. എന്നിട്ട് ആ ശക്തി പ്രപഞ്ചത്തിന്റെ നാഥനായ ഭഗവാനെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തി. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. ഇനിയാണ് കഥയിലെ ഏറ്റവും നിർണായകമായൊരു നിമിഷം വരുന്നത്. ഭഗവാൻ ഉണർന്നു കഴിഞ്ഞു. ഇനി അവിടുത്തെ ആദ്യത്തെ പ്രവൃത്തിയിലൂടെ സൃഷ്ടിയുടെ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 9ാം ശ്ലോകത്തിൽ ഭഗവാൻ ഉണർന്ന ശേഷമുള്ള ആദ്യത്തെ പ്രവൃത്തി എന്താണെന്ന് വ്യക്തമായി പറയുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. വിബുദ്ധ്യച്ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേഷു ദദാധ ദൃഷ്ടിം. യോഗനിദ്രയിൽ നിന്നുണർന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ സകല ലോകങ്ങളും തന്നിൽ തന്നെ ഒരു വിത്തുപോലെ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചിരിക്കുന്നത് കണ്ടു. ആ നിമിഷം തന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ലോകങ്ങൾക്ക് നേരെ ഭഗവാൻ തന്റെ ദിവ്യമായ ദൃഷ്ടി പതിപ്പിച്ചു. ആ ഒരൊറ്റ നോട്ടം അതുമതിയായിരുന്നു സൃഷ്ടിയുടെ പുനരാരംഭത്തിന് കാരണമാകാൻ. അപ്പോ ഭഗവാന്റെ ആ നോട്ടത്തിനു ശേഷം എന്താണ് സംഭവിച്ചത്? സൃഷ്ടിയുടെ ഏറ്റവും മനോഹരവും പ്രതീകാത്മകവുമായൊരു തുടക്കമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതാണ് ഒരു ദിവ്യമായ താമരയുടെ ഉദയം. ഈ വിവരണത്തിലെ അവസാനത്തെ ശ്ലോകമായ 10ാം ശ്ലോകം കേൾക്കാം. സൃഷ്ടിയുടെ പാത്രമായ ആ താമര എങ്ങനെയാണുണ്ടായത് എന്നാണിതിൽ പറയുന്നത്.
തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. 10. അപ്പോ ഭഗവാന്റെ ആ ദിവ്യദൃഷ്ടി പതിഞ്ഞ ഉടനെ അവിടത്തെ നാഭിയിൽ നിന്ന് ദിവ്യമായ ഒരു താമരമൊട്ട് ഉയർന്നുവന്നു. പ്രളയത്തിൽ ലയിച്ചുപോയ പ്രപഞ്ചം മുഴുവനും അതിന്റെ ഉള്ളിലൊരു സൂക്ഷ്മരൂപത്തിൽ അടങ്ങിയിരുന്നു. ഈ താമരയിൽ നിന്നാണ് പിന്നീട് ബ്രഹ്മാവ് ജനിച്ച് സൃഷ്ടികർമ്മം വീണ്ടും ആരംഭിക്കുന്നത്. അങ്ങനെ ലയനത്തിൽ നിന്ന് വീണ്ടും സൃഷ്ടിയിലേക്ക് പ്രപഞ്ചത്തെ നയിക്കുന്ന ആ ഒരു ദിവ്യചക്രം പൂർത്തിയാവുകയാണ്. നാരായണീയത്തിലെ പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ചുള്ള ഈ മനോഹരമായ വിവരണം നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ആഴത്തിലുള്ള ജ്ഞാനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. ജ്ഞാനഘോഷ് ഒരു ബഹുഭാഷാ ചാനലാണ്. സനാതനധർമ്മത്തിലെ അമൂല്യമായ ജ്ഞാനം ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കൂടുതൽ ഭാഷകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കുറൽ, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ കഥകൾ, ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഞങ്ങൾ ദിവസവും വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ചെറിയ ശ്രമം നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ജ്ഞാനഘോഷ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്കൊരുമിച്ച് സനാതനധർമ്മത്തിന്റെ ഈ ജ്ഞാനദീപം തെളിയിച്ചു നിർത്താം.